ഇന്ത്യ മുന്നണിയുടെ വിശാല യോഗവും ബി.ജെ.പി. പാർലമെന്ററി പാർട്ടി യോഗവും ഇന്ന് ഡൽഹിയിൽ നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കലാണ് ഇന്ത്യ മുന്നണിയുടെ പ്രധാന അജണ്ട. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിനെതിരെ വിമർശനമുയരാനും സാധ്യതയുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതിയിലേക്ക് പ്രതിനിധിയെ അയക്കാത്ത CPIM സമീപനം ന്യായീകരിക്കാനാകില്ലെന്ന് NK പ്രേമചന്ദ്രൻ MP 24നോട് പറഞ്ഞു. കേരളത്തിൽ ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിന് സാങ്കേതിക തടസ്സം ഇല്ല. നയപരമായ കാര്യങ്ങൾ സംബന്ധിച്ച അന്തിമ തീരുമാനം യോഗത്തിലുണ്ടാകുമെന്നും NK പ്രേമചന്ദ്രൻ പറഞ്ഞു. 5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സംഘടനാപരവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങൾ ഇന്നത്തെ യോഗത്തോടുകൂടി തീർച്ചയായിട്ടും പരസ്പര ചർച്ചയിലൂടെ സമവായത്തിലൂടെ പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടക പാർട്ടിയായി മാറുകയും അതിൻ്റെ രൂപീകരണം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ഘട്ടങ്ങളിലും സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിലുള്ള നേതൃപരമായ പങ്കാളിത്തമുണ്ടാകുകയും ചെയ്തതിനു ശേഷം അവരുടെ കൂടി നിർദ്ദേശം പരിഗണിച്ചുകൊണ്ട് 14 അംഗ കോർഡിനേഷൻ കമ്മിറ്റിയും രൂപീകരിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രതിനിധിയെ അയക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും യുക്തിസഹമായിട്ടുള്ള തീരുമാനമല്ല. മുന്നണിയുടെ ഐക്യത്തെയും BJPക്കെതിരായി ഉയർന്നു വരുന്ന ദേശീയ മതേതര ജനാധിപത്യ ഐക്യത്തെയും ശക്തിപ്പെടുത്താൻ സഹായകരമായിട്ടുള്ള തീരുമാനമല്ല CPM കൈക്കൊണ്ടത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയ്ക്ക് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം ബി.ജെ.പി. പാർലമെന്ററി പാർട്ടി യോഗം വിലയിരുത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ പങ്കെടുക്കും. R. രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. രാധാകൃഷ്ണൻ, ഇന്ത്യ മുന്നണിയുടെ വിശാല യോഗം, അതുപോലെ ബി.ജെ.പി. പാർലമെന്ററി പാർട്ടി യോഗം, എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക? ഒരുപക്ഷെ ഈ സമ്മേളന കാലത്തെ കാര്യങ്ങൾ അടക്കമുള്ള സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നുള്ളത് ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് എന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായിട്ടുള്ള അമർഷം പ്രധാനമന്ത്രിക്ക് നടന്ന സംഭവങ്ങൾ സംബന്ധിച്ചുണ്ട്. അത് അദ്ദേഹം പരസ്യമായും ഒരുപക്ഷെ പാർട്ടി വേദികളിലും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ യോഗത്തിൽ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ, വ്യക്തമാക്കുന്ന നയം, ഇതിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായിട്ടും നിസ്സഹകരണമാണ് ഉള്ളത്. നിയമനിർമ്മാണ നടപടികളിലേക്ക് കടക്കാൻ സർക്കാരിനെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥ. ഇനി വരാൻ പോകുന്ന ബഡ്ജറ്റ് സമ്മേളനം ഫലപ്രദമായിട്ട് മുന്നോട്ട് 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.